إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. നമ്മുടെ പരിസരങ്ങളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയും ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ സമീപകാലത്ത് വളരെ വ്യാപകമായ ഒന്നാണ് വീടുകളിലെ സ്ത്രീകളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആ വിഷയത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ വീക്ഷണകോണിലൂടെ അതിനെ നോക്കിക്കാണുമ്പോൾ പ്രത്യേകം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പുതിയ തലമുറയുടെ മനോബലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എതിരിടാനുള്ള മനോബലം, മാനസിക കരുത്ത് നമ്മുടെ പുതിയ തലമുറക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വിഷയമാണ് അവിടെ കടന്നു വരുന്നത്. രണ്ടാമത്, നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അതും ചർച്ചയാവേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ മറ്റൊരു വിഷയമാണ്. ഇസ്ലാം സ്ത്രീ സമൂഹത്തെ വളരെ ആദരവോടുകൂടി കാണുകയും പ്രത്യേകമായി പരിഗണന നൽകുകയും ചെയ്ത ഒരു വിഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇലെ സംസാരത്തിൽ പോലും പ്രവാചകൻ എടുത്തു പറഞ്ഞൊരു വിഷയമാണ്. അലാ വസ്തൗസൗ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കണേ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രൂപത്തിൽ ഇടപെടണേ. ഫഇന്നമാ ഹുന്ന അവാൻ, തീർച്ചയായും അവർ നിങ്ങളുടെ അടുക്കൽ ആരോരുമില്ലാതെ കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ വാക്കിൽ വിശ്വസിച്ച് ഏറ്റെടുത്തു കൊള്ളാമെന്ന് നിങ്ങൾ നൽകിയ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നവരാണ്. അവരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുകയുണ്ടായി. പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള സംസാരങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളോട് എങ്ങനെയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർത്തിച്ചത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ മാന്യന്മാർ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ സ്വന്തം കുടുംബത്തോട് ഞാനാണ് ഏറ്റവും നന്നായി മാന്യമായി പെരുമാറുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകന്റെ വാക്ക് മാത്രമല്ല, പ്രവാചകന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്, പ്രവാചകന്റെ പ്രത്യേകിച്ച് വീടുകളിലെ പ്രവാചകന്റെ ഇടപെടലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ,
വിശുദ്ധ ഖുർആൻ എന്താണോ പറയുന്നത് ആ സ്വഭാവ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളോട് ഇടപെട്ടത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു സ്ത്രീകൾക്കുണ്ടായ, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ മാനസികമായ ബലത്തെയും ഭൗതികമായ സപ്പോർട്ടിനെയും കുറിച്ച് സംസാരിക്കുന്നിടത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതായി കാണാം. കുന്ന മഅശറ ഖുറൈശ് നഗ്ലിബുൻ നിസാ, ഞങ്ങൾ ഖുറൈശികൾ മക്ക ജീവിത കാലഘട്ടത്തിൽ ഞങ്ങൾ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരായിരുന്നു. സ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ ചൊൽപ്പടിക്ക്, കൽപ്പനകൾക്ക് മുമ്പിൽ ജീവിച്ചവരായിരുന്നു. ഫലമ്മ ഖദിംനൽ മദീനത ഫഇദാഹും റിജാലുൻ തഗ്ലിബുഹും നിസാഉഹും, ഞങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് കണ്ടത് നേർവിപരീതമായ കാഴ്ചയാണ്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് തങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഖുറൈശികൾക്കിടയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനമല്ല മദീനയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് വാക്ക് പറയാനും എതിര് പറയാനും ഒക്കെയുള്ള അവകാശവും, കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പരിഗണനയും അവരുടെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. ഇത് കണ്ട് ഞങ്ങളുടെ സ്ത്രീകൾ, അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്ത്രീകളും മദീനയിലെ സ്ത്രീകളെ കണ്ട് അതുപോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് കോപിച്ചു. ഞാൻ കോപിച്ചപ്പോൾ അവൾ എന്നെ തിരുത്തുന്നു. എനിക്കത് ഒട്ടും സഹിച്ചില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അനുസരിക്കേണ്ടവൾ, മക്ക ജീവിത കാലഘട്ടത്തിൽ ഞങ്ങളുടെ വാക്കിനെതിര് പറയാത്തവളായ ഒരു പെണ്ണ് ഇന്ന് ഞാനൊരു വാക്ക് പറയുമ്പോൾ എന്നോട് തിരിച്ച് അതിന്റെ മറുവാദം പറയുന്നു, അതിന്റെ ന്യായം ചോദിക്കുന്നു. ഫഖാലത്ത്, അവൾ എന്നോട് പറഞ്ഞു, മാ തുൻഖിറു അൻ ഉറാജിഅക്, നിങ്ങൾക്ക് എന്തേ ഞാൻ നിങ്ങളെ തിരുത്തുന്നത് സഹിക്കാൻ കഴിയുന്നില്ലേ? എന്നിട്ട് അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഫവല്ലാഹി ഇന്ന അസ്വാജൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ല യുറാജിഅനഹു, പ്രവാചകന്റെ ഭാര്യമാര് പോലും ചിലപ്പോൾ പ്രവാചകന്മാരോട് എതിര് പറയാറുണ്ട്, പ്രവാചകനോട് എതിര് പറയാറുണ്ട്. പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ അവരുടെ അനിഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. ഫഇന്ന ഇഹ്ദാഹുന്ന അൽയൗം, ഇന്ന് അവരിൽപ്പെട്ട സ്ത്രീകൾ തഹ്ജുറുഹു, പ്രവാചകനോട് ചിലപ്പോൾ തെറ്റി നിൽക്കും. ഹത്തല്ലൈൽ, പകലുടനീളം പ്രവാചകനോട് തെറ്റി നിൽക്കുന്ന, മിണ്ടാതിരിക്കുന്ന സംഭവങ്ങളും ഇന്ന് ഈ മദീനയിൽ സംഭവിച്ചു കൊണ്ടിരിക്കെ ഞാൻ നിങ്ങൾക്ക് എതിര് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകളെ കുറിച്ച് ആലോചിച്ച, ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. ഹഫ്സയുടെ അടുക്കലേക്ക് പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫജമഅതു സിയാബി, ഞാൻ പെട്ടെന്ന് വസ്ത്രങ്ങൾ ധരിച്ച് ഹഫ്സയുടെ സമീപത്തേക്ക് ചെന്നു. ഫഖുൽതു യാ ഹഫ്സ, ഹഫ്സ അതുഗാളിബു ഇഹ്ദാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗം, നിങ്ങളും മദീനയിലെ സ്ത്രീകളെ പോലെ പ്രവാചകനോട് പെരുമാറുന്നുണ്ടോ? പ്രവാചകനോട് ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ടോ? പ്രവാചകനോട് എതിര് പറയാറുണ്ടോ എന്ന് ചോദിച്ചപ്പം ഹഫ്സ റളിയല്ലാഹു അൻഹ അത് ശരിവെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഖിബ്തി വഖസിർതി അഫതഅമനീന അൻ യഗ്ളബല്ലാഹു ലിഗളബി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കോപിച്ചാൽ അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്ന് നിനക്ക് പേടിയില്ലേ? നീ നശിച്ചു പോയല്ലോ എന്ന് കോപത്തോടുകൂടി ഹഫ്സയെ തിരുത്തുന്നതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തിരുന്നു. എതിര് പറയാനും പറയുന്നത് മുഴുവനും തന്റെ ഭാര്യ കേൾക്കണമെന്നൊരു നിർബന്ധം പ്രവാചകൻ എന്ന അർത്ഥത്തിലല്ല. കുടുംബത്തിൽ, കുടുംബപരമായ ചർച്ചകളിൽ എന്റെ വാക്ക് തന്നെ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന തന്നിഷ്ടക്കാരനായിരുന്നില്ല റസൂൽ. മനുഷ്യത്വപരമായ, മാനുഷികമായ എതിരഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പ്രവാചകൻ ഭാര്യമാർക്ക് അവകാശം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ആ ഉമർ റളിയല്ലാഹു അൻഹു മാറുന്നത് നോക്കൂ. മദീനയിലേക്ക് വന്ന ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പ്രയാസം പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായി അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി ഒരു വ്യക്തി വരികയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. വന്നപ്പോൾ കേൾക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഭാര്യ ശബ്ദമുയർത്തി സംസാരിക്കുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ കാനത്ത് സൗജത്തു അമീരിൽ മുഅ്മിനീന തഫഅലു ദാലിക ബിഹി, ഖലീഫയുടെ ഭാര്യ പോലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഫമാദാ അനാ അഖൂൽ, ഞാൻ എന്ത് പറയാനാ? എനിക്ക് പറയാനുള്ളത് ഇതേ പരാതിയാണ്, ഇതേ പ്രശ്നം ഉമർ റളിയല്ലാഹു അൻഹു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്നും പറയാതെ തിരിച്ചു പോന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ തിരിച്ചു വരവ് അറിഞ്ഞു, കണ്ടു.
ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അമാ ജിഅ്ത ലിഹാജത്തിൻ ഫൻസറഫ്ത, എന്തോ ചോദിക്കാൻ വന്നിട്ട് പറയാതെ തിരിച്ചു പോവുകയാണോ എന്ന് വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതാണ്. അദ്ദേഹം കാര്യം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ വന്ന വിഷയം അതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ പ്രശ്നം താങ്കളും അനുഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറയുന്നതായി കാണാം, യാ ഹാദാ ഇന്നി അഹ്തമിലുഹാ ലിഹുഖൂഖിൻ ലഹാ അലയ്യ, നീ കേട്ടോ, എന്റെ ഭാര്യക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇന്നഹാ തത്വഖു തആമി, കാരണം അവൾ എനിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നവളാണ്. വതഗ്സിലു സിയാബി, എന്റെ വസ്ത്രങ്ങൾ കഴുകുന്നവളാണ്. അത് മാത്രമല്ല വതുർദിഉ വലദി, എന്റെ മക്കൾക്ക് മുലപ്പാൽ നൽകുന്നവളാണ്. അവൾ ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ, അതിൻ്റെതായ ഒരു പ്രയാസം, മാനസികമായ പ്രയാസം അവർക്കുണ്ടാകും. ഞാൻ വരുമ്പോഴാണ് ചിലപ്പോൾ അതൊക്കെ പ്രകടിപ്പിക്കാൻ അവൾക്ക് സമയം കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാൻ അത് സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് ഇത്തഖില്ലാഹ അലാ സൗജതിക്, നീ നിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുത്ത് തിരിച്ചയക്കുകയാണ്. ഇത് ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ മടിക്കുന്ന ഒരു വിഷയവുമാണ്. ഇസ്ലാമിക സമൂഹം സ്ത്രീകളോടുള്ള സമീപനം അത്രത്തോളം മഹത്തരമായാണ് കണ്ടത്. ഇസ്ലാമിക സമൂഹം എന്ന് മാത്രമല്ല, മനുഷ്യ സമൂഹം ഒന്നടങ്കവും പലപ്പോഴും ഏതൊരു നാഗരികതയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം മാന്യതകൾ കാത്തു സൂക്ഷിച്ച സമൂഹങ്ങളിലൊക്കെയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും, സ്ത്രീകൾ ധ്വംസിക്കപ്പെടുകയോ സ്ത്രീകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയോ അവരാക്രമിക്കപ്പെടുകയോ ചെയ്യുന്നത് തങ്ങളുടെ അഭിമാനത്തിനേൽക്കുന്ന ക്ഷതമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം, അറബ് സമൂഹം പ്രത്യേകിച്ചും. അത് മനുഷ്യരിൽ മാത്രമല്ല, ഏത് മൃഗങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും, ജീവജാലങ്ങളിലേക്ക് നോക്കിയാലും പുരുഷ സമൂഹം പലപ്പോഴും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. തങ്ങളുടെ ഇണകൾക്കെതിരെയുള്ള അതിക്രമത്തെ അവർ തങ്ങൾക്കെതിരെയുള്ള അതിക്രമമായി കാണുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ആ വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരുടെ ഷഖായിഖാണെന്ന. ഷഖ എന്ന് പറഞ്ഞാൽ പിളർന്നു മാറുക എന്ന വാക്കിനർത്ഥം. പുരുഷന്മാരിൽ നിന്ന് പിളർന്നു മാറിയ ഒരു അംശമാണ്. അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നമ്മുടെ മണ്ണുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്ത ഈ നാം കാത്തു സൂക്ഷിച്ച ഈ മാന്യതക്കും ഈ വ്യക്തിത്വത്തിനും എതിരായിട്ടുള്ള വാർത്തകളാണ്. മണിപ്പൂരിൽ നിന്ന് നമ്മൾ വാർത്തകൾ കേട്ടു വർഷങ്ങൾക്ക് മുമ്പ്. സ്ത്രീകളെ നഗ്നരാക്കി ഒരു സമൂഹം ഒന്നടങ്കം ആക്രമിക്കുന്ന, പൊതുസമൂഹത്തിന് മുന്നിലൂടെ വിവസ്ത്രരാക്കി സ്ത്രീകൾ നടത്തുന്ന വാർത്തകൾ. വാഹനങ്ങളിലും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന, സ്ത്രീകൾക്കെതിരെ കൈ ഉയർത്താൻ ആർക്കും മടിയില്ലാത്ത ഒരു സാഹചര്യം കടന്നു വരുന്ന വാർത്തകൾ. അവിടെയാണ് ഭരണകർത്താക്കൾ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടേണ്ടത്. തങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം നയിച്ചത് ഒരു പെണ്ണിന്റെ വിഷയത്തിലാണ്. ബനൂ ഖൈനുഖാ ജൂതഗോത്രമാണ്. മദീനയിൽ പ്രവാചകൻ ആദ്യം യുദ്ധം നയിച്ചത് ബനൂ ഖൈനുഖാഇനോടാണ്. ബനൂ ഖൈനുഖാഇനോട് യുദ്ധം നയിക്കാനുള്ള കാരണം ഒരു സ്ത്രീ ആയിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ ബനൂ ഖൈനുഖാഇന്റെ അങ്ങാടിയിൽ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുക്കൽ തന്റെ സ്വർണ്ണാഭരണം ഒരുക്കി മറ്റു രൂപത്തിലാക്കാനോ മറ്റോ അവൾ പുറപ്പെട്ടതാണ്. അവിടെ ചെന്നു. സ്വർണ്ണപ്പണിക്കാരന്റെ അടുക്കൽ ഇരിക്കുന്ന സമയത്ത് തന്റെ ആഭരണം അവരുടെ കയ്യിലേൽപ്പിച്ച് താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് മാറ്റുന്ന സമയത്ത് പിന്നിലൂടെ അക്രമിയായ ഒരു ജൂതനായ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവരുടെ തായ് വസ്ത്രം മുഗൾ വസ്ത്രവുമായിക്കൊണ്ട് അവരറിയാതെ ബന്ധിപ്പിച്ചു. സ്വാഭാവികമായും അവർ എഴുന്നേറ്റപ്പോൾ അവരുടെ ഔറത്ത് വെളിവായി. അത് കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ സ്വർണ്ണപ്പണിക്കാരനും അടക്കം ആർത്ത് ചിരിച്ചു. ഒരു സ്ത്രീയെ അവഹേളിച്ചു ജനമധ്യത്തിൽ. ഇത് കണ്ട് രോക്ഷം കൊണ്ട് ഒരു മുസ്ലിം സഹോദരൻ കോപിഷ്ഠനായിക്കൊണ്ട് ഈ അക്രമിയായ മനുഷ്യന്റെ എതിരെ ചാടി വീഴുകയും അയാൾ ആക്രമിക്കുകയും ചെയ്തു. അയാളെ കൊന്നു. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ജൂതഗോത്രം ഒന്നടങ്കം ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ അക്രമം ചെയ്തിട്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഈ അക്രമത്തിനെതിരെ പ്രതികരിച്ച ആ മുസ്ലിം യുവാവിനെ കൂട്ടമായി ആക്രമിച്ചു കൊന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടപ്പോൾ ക്ഷമിച്ചില്ല, സഹിച്ചില്ല.
സൈന്യവുമായി കൊണ്ടുപോയി ബനൂ ഖൈനുഖാഇനെ 15 ദിവസങ്ങളാണ് അവരുടെ കോട്ടയിൽ ഉപരോധിക്കുകയും അവസാനം അവർ പ്രവാചകന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അത് അവിടെ മാത്രമല്ല, അമവി ഭരണകാലഘട്ടത്തിലാണ് സിന്ധ് എന്ന് പറയുന്ന ഈ രാജ്യം അടക്കം ഉൾക്കൊള്ളുന്ന, ഇന്നത്തെ പാകിസ്ഥാനും നേപ്പാളും അടക്കം ഉൾക്കൊള്ളുന്ന സിന്ധ് എന്ന പ്രവിശാലമായ ഒരു പ്രദേശം ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമാണ്. അന്ന് അവിടെ ഭരിച്ചിരുന്നത് രാജാ ദാഹിർ എന്ന് പറയുന്ന അവസാനത്തെ സിന്ധ് ഭരിച്ചിരുന്ന അമുസ്ലിം ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 18ഓളം കപ്പലുകൾ മുസ്ലിങ്ങൾ യാത്ര ചെയ്തിരുന്ന, ശ്രീലങ്കയിലും മറ്റും ജോലി ചെയ്തിരുന്നവരായ ആളുകളും അവരുടെ ഭാര്യമാരും സ്ത്രീകളും യാത്ര ചെയ്തിരുന്ന 18ഓളം കപ്പലുകൾ തട്ടിയെടുക്കുകയും സ്ത്രീകളടക്കം തടവിലാക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. ആ തടവിലാക്കിയ സമയത്ത് ഒരു പെണ്ണ് അന്ന് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വാ ഹജ്ജാജ, വാ ഹജ്ജാജ, ഹജ്ജാജെ അഭയം തരണം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്നത് അന്ന് അമവി ഭരണകാലഘട്ടത്തിൽ ഇറാഖിലെ ഗവർണറാണ്. ഈ വാക്ക്, ഈ സ്ത്രീയുടെ വാക്ക് ആളുകൾ അദ്ദേഹത്തിന്റെ കാതിലേക്ക് എത്തിച്ചു. സ്ത്രീകൾ അതിക്രമത്തിന് വിധേയമായിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, താങ്കൾ ഇടപെടണം. ആ സമയത്ത് അദ്ദേഹം രാജാ ദാഹിർ എന്ന ഭരണാധികാരിക്ക് കത്തെഴുതുകയാണ്. നയതന്ത്രപരമായ വിഷയത്തെ പരിഹരിക്കാനും തടവിലാക്കപ്പെട്ടവരെയും അവരുടെ സ്വത്തുവകളും തിരിച്ചുകൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചയക്കാനും വേണ്ടി അദ്ദേഹത്തോട് ആഹ്വാനം നടത്തി. ആ വ്യക്തി അത് സ്വീകരിച്ചില്ല. അതിന് പകരമായിക്കൊണ്ടാണ് സിന്ധ് എന്ന പ്രദേശത്തിലേക്ക് ആദ്യമായി ഇസ്ലാമിന്റെ സൈന്യം കടന്നു വന്നത്. മുഹമ്മദ് ഇബ്നു ഖാസിം അസ്സഖഫി എന്ന സൈനിക നേതാവിന്റെ നേതൃത്വത്തിൽ 20,000-ഓളം വരുന്ന കാലാൾ പടയും അതുപോലെ തന്നെ കപ്പൽ പടയും ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായി അന്നത്തെ സിന്ധിലേക്ക് സൈന്യം വരികയും ഇസ്ലാമിക സൈന്യം ഈ നാട് ആക്രമിച്ച് ആദ്യമായി ഈ നാട്ടിലേക്ക് ഇസ്ലാമിക ഭരണം വ്യാപിക്കുകയും ചെയ്തത്. കാരണമായി ഭവിച്ചത് ഒരു സ്ത്രീകളുടെ അഭിമാനമാണ്. അബ്ബാസി ഭരണകാലഘട്ടത്തിലും സമാനമായ ഒരു സംഭവം കാണാം. അമൂരിയ എന്ന് പറയുന്ന ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ അമൂരിയയുടെ പ്രദേശത്ത് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമാണത്. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായി നിലകൊണ്ടിരുന്ന ഭാഗത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. മുസ്ലിം നാടുകളിലേക്ക് അവർ കടന്നു കയറി. സ്ത്രീകൾ വ്യാപകമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു, അക്രമത്തിന് വിധേയമാക്കപ്പെട്ടു. ആ സമയത്ത് അന്ന് ഭരണാധികാരിയായിരുന്നത് മുഅ്തസിം, അൽ ഖലീഫ മുഅ്തസിം, ഹാറൂൻ റഷീദിന്റെ മകനായ മുഅ്തസിം ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അന്നും ഒരു പെണ്ണ് ഇതേപോലെ അട്ടഹസിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആ സംഭവം പ്രസിദ്ധമാണ്. വാ മുഅ്തസിമ, വാ മുഅ്തസിമ, മുഅ്തസിമെ അഭയം തരണം. മുഅ്തസിം ആ വാക്ക് കേട്ടു. വിവരം ദൃസാക്ഷിയായ ഒരു വ്യക്തി നേരിട്ട് എത്തിച്ചു കൊടുത്തു. ആ സ്ത്രീ ആക്രമിക്കപ്പെട്ട വിധം അവരോട് പറഞ്ഞു. അവരെ സൈന്യം തടവിലേക്ക് കൊണ്ടുപോയത്. അത് കേട്ട് കോപിഷ്ഠനായിക്കൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം ഗർജിക്കുന്നുണ്ട്. ബഗ്ദാദിന്റെ മണ്ണിൽ ഇസ്ലാമിക തലസ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ലബ്ബൈക യാ ഉഖ്ത, ലബ്ബൈക യാ ഉഖ്ത, എന്റെ സഹോദരി, അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. ചരിത്രത്തിൽ ആ കത്ത് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അദ്ദേഹം എഴുതിയ കത്തിന്റെ വരികൾ ഇങ്ങനെയാ തുടങ്ങുന്നത്: മിൻ അമീരിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവായ മുഅ്തസിമിൽ നിന്ന്, ഇലാ കൽബിർ റൂം, റോമ സാമ്രാജ്യത്തിന്റെ കൽബിന്, നായക്ക് എന്നാണ് അദ്ദേഹം എഴുതിയത്. ഈ തെമ്മാടിത്തരം ചെയ്ത ഭരണാധികാരിയെ അഭിസംബോധന ചെയ്തത് റോമ സാമ്രാജ്യത്തിന്റെ ഗവർണറായ കൽബിന് അമീറുൽ മുഅ്മിനീൻ എഴുതുന്ന കത്ത്. അഖ്രിജിൽ മർഅത മിനസ് സിജൻ, ആ സ്ത്രീ അടക്കമുള്ളവരെ ജയിലിൽ നിന്ന് പുറത്താക്കണം. അതല്ലെങ്കിൽ ഞാൻ അയക്കുന്ന സൈന്യത്തിന്റെ ആദ്യ തല നിന്നിലെത്തുമ്പോൾ അതിന്റെ അവസാനത്തെ തല എന്നിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ല. അത്ര വലിയ സൈന്യവുമായി കൊണ്ട് ഞാൻ ആക്രമിക്കും. അതിന് ഉത്തരം ചെയ്തില്ല. അതിന് പകരമായിക്കൊണ്ട് അദ്ദേഹം സൈന്യവുമായി കൊണ്ട് നേരിട്ട് പോവുകയും അവിടെ ആക്രമിക്കുകയും ആ ഭരണാധികാരിക്കെതിരെ യുദ്ധം നയിക്കുകയും ആ സ്ത്രീകളടക്കമുള്ളവരെ അവരെ തടവിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെയാണ് സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള കയ്യേറ്റങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അത് ഏതൊരു സമൂഹം നോക്കിക്കാണേണ്ട ഉത്തമ മാതൃകയാണ് ഈ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും അതിൽ നിന്ന് നമ്മുടെ നാടുകൾ തെന്നി മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ഒരു കാരണവശാലും ഭരണകൂടങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൂടാ. അവര് പ്രത്യേകമായും പുരുഷ സമൂഹത്തിന്റെ സപ്പോർട്ടും അവരുടെ സംരക്ഷണവും അർഹിക്കുന്നവരാണ്. അവർക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ, അത് ഭർത്തൃ വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകൾ അതിക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവർക്കെതിരെ കയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ നാടിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. വിശ്വാസി എന്ന അർത്ഥത്തിൽ അതിനെ വിശ്വാസപരമായും നമ്മൾ നോക്കിക്കാണണം.
അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ്, നാം വിശ്വസിക്കുന്ന ആദർശത്തിനെതിരാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന പ്രവാചകന്റെ സുന്നത്തിനെതിരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആ അർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തോട് ഇടപെടാനും കുടുംബങ്ങളിലും മറ്റു ഇടങ്ങളിലുമൊക്കെ കാര്യഗൗരവത്തോടുകൂടി, ഹിക്മത്തോടുകൂടി, യുക്തിയോടുകൂടി ഇസ്ലാമിന്റെ കൽപ്പനകളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ വിഷയങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിന്റെ മുഖം, പ്രവാചകന്റെ ചര്യയുടെ ആ തെളിമയാർന്ന മാർഗം ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇസ്ലാം നിക്കാഹിന്റെ നിയമങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ത്വലാഖിന്റെ നിയമങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം എന്നുള്ളത് ഒരിക്കൽ കൂട്ടിച്ചേർത്താൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത, ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒന്നാവരുത്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒന്നാണ്, പിരിയാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നില്ല. വിവാഹം എന്നുള്ളത് നിക്കാഹിന്റെ നിയമങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ത്വലാഖിന്റെ നിയമങ്ങളും ഖുൽഇന്റെ നിയമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രായോഗികം എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ബസ് മാറി കയറാറുണ്ട്. കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ യാത്ര നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല എന്ന തിരിച്ചറിവുണ്ടാകും. സ്വാഭാവികമായും അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതല്ല അതിന്റെ പരിഹാരം. ആ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിൽ യാത്ര തിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ യുക്തിയാണ്. വിവാഹവും അങ്ങനെയാണ്. പരസ്പര സമ്മതത്തോടു കൂടി ചേരുകയാണ് രണ്ട് വ്യക്തികൾ. പക്ഷെ ചേരുമ്പോഴാണ് പലപ്പോഴും ചില പ്രശ്നങ്ങൾ അറിയുകയും രണ്ട് വ്യക്തികളും ഒന്നിച്ചു പോവാൻ കഴിയാത്ത അത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവിടെ പരിഹാരമായുള്ളത് രണ്ടുപേരും പിരിയുക എന്നുള്ളത് മാത്രമാണ്. അത് ത്വലാഖിന്റെ നിയമമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പുരുഷന് സ്ത്രീയെ തന്റെ ജീവിതത്തിൽ നിന്ന് തക്കതായ കാരണം കൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. ആ കാരണം തക്കതായ കാരണം അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ അയാൾ മറുപടി പറയേണ്ടി വരും. അതേപോലെ ഒരു സ്ത്രീക്കും അവകാശമുണ്ട്. തന്റെ ഭർത്താവ് യോഗ്യനല്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ന്യായമായും അയാളിൽ നിന്ന് വേർപിരിയാനുള്ള അവകാശം സ്ത്രീക്കും നൽകുന്നുണ്ട്. അതിന് സാങ്കേതികമായി കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഖുൽഅ് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഖുൽഅ് തേടിക്കൊണ്ട്, അഥവാ ത്വലാഖ് തന്റെ ഭർത്താവിൽ നിന്ന് വാങ്ങിത്തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ വന്നതായി കാണാം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് വന്ന സ്ത്രീകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിവാഹം റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ വന്നു, പ്രവാചകരെ, എന്റെ പിതാവ് എന്റെ അനുവാദമില്ലാതെയാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം റദ്ദ് ചെയ്തു. അത് ഈ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പരസ്പരം സമ്മതമുണ്ടാവണം. പരസ്പരം സമ്മതമില്ലാത്ത, ഇഷ്ടമില്ലാത്ത പേർ ഒന്നിക്കുമ്പോൾ കുടുംബ സമ്മർദ്ദങ്ങൾ കൊണ്ട്, സാമൂഹിക സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ അവർ ഒരുമിക്കുമ്പോൾ രൂക്ഷമായ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് പരസ്പരം ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരെ ബലം കൂട്ടി ഒന്നിപ്പിക്കുക എന്നുള്ളതിനെ ഇസ്ലാം എതിർക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹത്തെ റദ്ദ് ചെയ്തു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരിക്കൽ ഒരു സ്ത്രീ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊരു പരാതിയും പറയാനില്ല, നല്ല സ്വഭാവം ഒക്കെയാണ്, പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു പോകാൻ കഴിയില്ല. മാനസികമായി ആ സ്ത്രീ അതിൽ കഴിയുന്നില്ല. കാരണം സ്വഭാവം കൊണ്ടോ വ്യക്തിത്വം കൊണ്ടോ അയാൾക്ക് ഒരിക്കലും ഞാൻ യോജിച്ച ആളല്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ യോജിച്ചു പോകാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് കാരണങ്ങളല്ല, അവര് മാനസികമായി അതിന് സന്നദ്ധല്ല. മാനസികമായി സന്നദ്ധല്ലെങ്കിൽ അവരോട് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടോ പറഞ്ഞു കൊടുത്തുകൊണ്ടോ ഒന്നിച്ചു പോകാൻ അവർ സന്നദ്ധരാകുന്നില്ലെങ്കിൽ പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതല്ല പരിഹാരം. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പരസ്പര സമ്മതം ഉണ്ടാവുമ്പോൾ മാത്രമേ നിക്കാഹ് എന്ന കർമ്മം അതിന്റെ പരിപൂർണതയിലെത്തൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഭർത്താവ് നിന്നെ ഉപദ്രവിക്കുകയോ നിന്നെ ചിലവിന് തരുന്നതോ മറ്റോ ഒരു വിഷയമോ നിനക്ക് പറയാനില്ലല്ലോ, അപ്പം ന്യായമായും നിനക്ക് അയാൾ നൽകിയ മഹർ പൂർണ്ണമായി നീ തിരിച്ചു കൊടുക്കണം. ഈ സ്ത്രീക്ക് അദ്ദേഹം നൽകിയ മഹർ ഒരു തോട്ടമായിരുന്നു, ഈത്തപ്പനയുടെ മറ്റൊരു തോട്ടം. ആ തോട്ടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് പറയുകയും ആ വിവാഹം റദ്ദ് ചെയ്യുകയും ചെയ്തു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലപ്പോഴും ഇത്തരം ഭർത്തൃ വീടുകളിൽ നിന്നുള്ള പീഡനങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയുന്നത്
ഒന്നിച്ചു പോവാൻ താല്പര്യമില്ലാത്തവരായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട്, കുടുംബ സമ്മർദ്ദങ്ങൾ കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പെൺകുട്ടിയുടെ മുമ്പിലുള്ള മാർഗം. വിവാഹം കഴിച്ചു കൊണ്ടുപോയ ആള് രൂക്ഷമായ രൂപത്തിൽ ലഹരിക്കടിമയായിരുന്നു. അയാൾ ആ രൂപത്തിലുള്ള മോശത്തരങ്ങളും വൃത്തികേടുകളുള്ള ആളായിരുന്നു. പരസ്ത്രീ ബന്ധമുള്ള ആളായിരുന്നു. മറ്റൊരു സ്ത്രീയുമായി കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം. പക്ഷെ എന്തുകൊണ്ടോ കുടുംബത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആ സ്ത്രീ അവിടെ ജീവിച്ചു പോരുകയായിരുന്നു. ഇത് മഹാ അബദ്ധമാണ്. നമ്മുടെ മക്കളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തീയിലേക്ക് വലിച്ചെറിയുന്നതിന് സമമാണത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഒരു സ്ത്രീക്ക് ത്വലാഖ് ആവശ്യപ്പെടാനുള്ള സന്ദർഭങ്ങൾ എണ്ണി പറഞ്ഞു. ഒന്ന് സൂഉൽ മുആശറ, ഭർത്താവ് മോശമായ രൂപത്തിലാണ് ഇടപെടുന്നത്. ലർബ്, സബ്, ഇഹാന, അടിക്കുക, ആക്ഷേപിക്കുക, മർദ്ദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ന്യായമായും ത്വലാഖ് ആവശ്യപ്പെടാം. അദമുൻ നഫഖ, തന്റെ ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, ചിലവിന് കൊടുക്കുന്നില്ല, തങ്ങളെയും തന്റെ മക്കളെയും വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ ആ സ്ത്രീക്ക് ന്യായമായും ത്വലാഖ് ആവശ്യപ്പെടാം. അതേപോലെ തന്നെ ഗിയാബുസ് സൗജി ത്വവീൽ, കറാഹിയത്തുൽ ഹയാത്തുസ് സൗജിയ്യ, ഭർത്താവിന് അങ്ങേയറ്റത്തെ വെറുപ്പ്, ഉപേക്ഷിച്ച് നാട് വിട്ടു പോവുക. ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാ തിരിച്ചു വരിക, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാ തിരിച്ചു വരിക. അങ്ങനെ തന്റെ ഭാര്യയും മക്കളെയും വഴിയാധാരമാക്കി ഉപേക്ഷിച്ചു പോകുന്ന സ്വഭാവക്കാരനാണെങ്കിൽ ആ സ്ത്രീക്ക് ന്യായമായും തന്റെ ഭർത്താവിൽ നിന്ന് ഭരണകൂടത്തെ സമീപിച്ചുകൊണ്ടോ മറ്റോ ത്വലാഖ് ആവശ്യപ്പെടാവുന്നതാണ്. മാനസികമായോ ശാരീരികമായോ ഉണ്ടാകുന്ന മറ്റു പ്രയാസങ്ങൾ, ഇതെല്ലാം ഒരു സ്ത്രീക്ക് അവകാശം കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അറിഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളെ മാനസിക രോഗിയാണെന്ന് അറിയുന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമോ? അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരിക്കലും ചെയ്യൂല, നമ്മളാരും ചെയ്യൂല. പക്ഷേ മാരകമായി ലഹരിക്കടിമയായ, യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ചെറുപ്പക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കല്യാണം കഴിച്ചാൽ അങ്ങ് ശരിയാകുമെന്ന വ്യാമോഹത്തിന്റെ പേരിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ പല കുടുംബങ്ങളിലെ പെൺകുട്ടികളെ നമ്മുടെ മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് വഞ്ചിക്കുന്നു. നമ്മൾ ആരോട് ഉത്തരം പറയണം? നമ്മൾ ആദർശമുള്ളവരാണ്, ദീനിന്റെ പ്രവർത്തകരാണ്. പക്ഷേ തന്റെ മകന്റെ വിഷയം വരുമ്പോ തന്റെ മകനൊരു വിവാഹം വേണമെന്ന സ്വാർത്ഥ താല്പര്യത്തിൽ നിന്ന് തന്റെ മകന്റെ ദുസ്വഭാവങ്ങളെ മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് അങ്ങനത്തെ തന്റെ മകൻ അതിന് യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും മറ്റു സ്ത്രീകളെ തന്റെ മകന്റെ പ്രയാസത്തിലേക്ക് കൊണ്ടുവരാൻ മുൻകൈയെടുക്കുന്നത് പിതാവാണെങ്കിലും പിതാവിന്റെ സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും അള്ളാന്റെ മുമ്പിൽ മറുപടി പറയാം. രണ്ടാമത്, അങ്ങനെ കടന്നു വരുമ്പോൾ തിരിച്ചറിയുന്നു ചില വിഷയങ്ങൾ. ഭ്രാന്തനായ മനുഷ്യൻ മുഴുവനായി ഭ്രാന്തനായിരിക്കും. പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന ആൾ വളരെ നിമിഷ നേരം കൊണ്ടാണ് ഭ്രാന്തനായി മാറുന്നത്. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? എന്നിട്ടും ഒരു കുട്ടി ഉണ്ടായില്ലേ, കുടുംബത്തിന്റെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് രൂപത്തിലും ആക്രമിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മാരകമായി ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട അടിമയായ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കുക എന്നുള്ളതും ഒരു യുക്തിയുള്ള മുസ്ലിമിന് ചേർന്നതല്ല. പലപ്പോഴും അതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ വലിയ പ്രയാസമായി ഭവിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തണം, നമ്മൾ സൂക്ഷിക്കണം. വിവാഹരംഗത്ത് വഞ്ചന ഒരിക്കലും പാടില്ല. ആ വഞ്ചന കൊണ്ട് നീറിപ്പുകയുന്ന ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സ്ത്രീകളുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്. അറിഞ്ഞുകൊണ്ട് ദുസ്വഭാവവും വൃത്തികേടുകളുമുള്ള സ്ത്രീ പുരുഷന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളത് മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന വിവാഹങ്ങൾ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളിലാണ് കലാശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം ദുരന്തങ്ങളിൽ കൂടുതലും ഇരയാകുന്നത് സ്ത്രീകളാണ്. ശാരീരികമായി അവരുടെ ബലക്കുറവോ മറ്റൊക്കെയാ, മാനസികമായി ഇത്തരം പ്രശ്നങ്ങളെ എതിരിടാനുള്ള കഴിവ് കൊണ്ടൊക്കെയും അവർ ഇത്തരം പ്രയാസങ്ങളിൽ ആത്മഹത്യയിൽ അഭയം തേടുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുകയും നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ തർബിയത്ത് നൽകാനും നമ്മുടെ മക്കൾ നിൽക്കുന്ന മണ്ണ് സുരക്ഷിതമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ 3 സഹോദരിമാരുണ്ട്. അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കുടുംബ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് സമൂഹത്തോട് വിളിച്ചു പറയാനും അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനും അത് ഉച്ചരിച്ചുകൊണ്ട് ഭരിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ദുരിതങ്ങളുമായി ജീവിക്കുന്ന അനേകായിരം ആളുകളുണ്ട്. ഗസയിൽ, സിറിയയുടെ മണ്ണിലൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ഈമാനിന്റെ കരുത്തുകൊണ്ട് നേരിടാൻ അള്ളാഹു നമുക്കും അവർക്കുമൊക്കെ ശക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അമ്പിയാക്കൾക്കൊപ്പം സ്വാലിഹീങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف النفوس ثبت نفوسنا على ملتك
اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.